2026 കേരളം ആര് ഭരിക്കുമെന്നാണ് എല്ലാ മലയാളികളും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. കേരളത്തിൽ ആകെയുള്ളത് 14 ജില്ലകളാണ്. ആ 14 ജില്ലകളിലായി 140 മണ്ഡലങ്ങൾ. 2026 നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇപ്പോൾ സജീവമായി കഴിഞ്ഞിരിക്കുകയാണ്. തുടർഭരണം നേടി അധികാരത്തിലെത്തിയ പിണറായി വിജയൻ സർക്കാർ LDF സർക്കാരിന് മൂന്നാം തവണയും അധികാരം ലഭിക്കുമെന്നും ആ അധികാരത്തിന്റെ പ്രധാന കാരണക്കാർ BJP ആയിരിക്കുമെന്ന വാദമുയർത്തുന്ന വലതുപക്ഷക്കാർ ഇപ്പോൾ സജീവമായി രംഗത്തുണ്ട്. കേരളത്തിൽ BJP പിടിച്ചെടുക്കുന്ന വോട്ടുകളിലെ വലിയൊരു ശതമാനം അത് കോൺഗ്രസിന്റെ വോട്ടുകളാണ് എന്നുള്ള വാദം ഇടതുപക്ഷം ഉയർത്തുമ്പോൾ ആലപ്പുഴ പോലുള്ള ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണ്ഡലത്തിൽ ഇടതുപക്ഷ വോട്ടുകൾ എല്ലാം തന്നെ പിടിച്ചെടുത്തു കൊണ്ടുപോവുകയാണ് BJP എന്നും അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് നിഷ്പ്രയാസം വിജയിക്കാനായി സാധിക്കുമെന്ന രീതിയിലുള്ള വാദങ്ങൾ ഇപ്പോൾ കോൺഗ്രസും ഉയർത്തുന്നുണ്ട്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ BJPക്ക് ലഭിക്കാവുന്നതിനുമേറെ ശതമാനം വോട്ടുകൾ ലഭിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ മണ്ഡലങ്ങളെല്ലാം തന്നെ ഇക്കുറി A+ മണ്ഡലങ്ങളായി കണക്കാക്കിക്കൊണ്ട് അവയെല്ലാം തന്നെ തിരിച്ചുപിടിക്കാനും BJP ശ്രമിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും കാസർഗോഡും തൃശൂരും പാലക്കാടും പത്തനംതിട്ടയും തിരുവനന്തപുരവും അടങ്ങുന്ന BJPയുടെ ശക്തി കേന്ദ്രങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകൾ പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങൾ BJPയും തുടങ്ങിക്കഴിഞ്ഞു. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരുമ്പോൾ ഈ 140 നിയോജക മണ്ഡലങ്ങളിൽ കഴിയുന്നത്ര സീറ്റുകൾ വിജയിച്ചുകൊണ്ട് അടുത്ത മുഖ്യമന്ത്രി ആരാകുമെന്നും ഏതു സർക്കാർ ഈ കേരളം ഭരിക്കുമെന്ന തരത്തിൽ ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏവരും കാത്തിരുന്ന ആദ്യത്തെ അഭിപ്രായ സർവേ ഫലം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആകെയുള്ള 140 മണ്ഡലങ്ങളിൽ ആദ്യം കാസർഗോഡ് ജില്ലയാണ്. കാസർഗോഡ് ജില്ലയിലെ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 LDFും 3 UDFും അതുപോലെ തന്നെ BJPക്ക് കാസർഗോഡ് സീറ്റുകൾ നേടാൻ സാധിക്കില്ല എന്നാണ് അഭിപ്രായ സർവേ ഫലത്തിൽ പറയുന്നത്. കാസർഗോഡ് ജില്ല BJPയെ സംബന്ധിച്ച് ഏറെ സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. കാരണം K സുരേന്ദ്രൻ അടക്കമുള്ള BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. അത്തരത്തിൽ BJPയുടെ കേന്ദ്രമായിട്ടുള്ള കാസർഗോഡ് ജില്ലയിൽ 2026 തെരഞ്ഞെടുപ്പിലും NDAക്ക് സീറ്റുകൾ നേടാൻ സാധിക്കില്ല എന്നാണ് അഭിപ്രായ സർവേ പറയുന്നത്. അടുത്തത് കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ലയിൽ ആകെയുള്ളത് 11 നിയമസഭാ മണ്ഡലങ്ങളാണ്. ഇടതുപക്ഷത്തിന്റെ ഏറ്റവും ശക്തമായ കോട്ടയാണ് കണ്ണൂർ മണ്ഡലം. എന്നാൽ അവിടെയും UDFനാണ് മേൽക്കൈ. 5 സീറ്റുകൾ LDF നേടുമ്പോൾ 6 സീറ്റുകൾ UDF അവിടെ നേടുകയാണ്. NDAക്കാകട്ടെ അവിടെ സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല എന്നാണ് സർവേ പറയുന്നത്. വയനാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ ജില്ലകളിലൊന്നാണ് വയനാട് ജില്ല. അവിടെയാകട്ടെ ആകെയുള്ളത് 3 നിയമസഭാ മണ്ഡലങ്ങളാണ്. അത് കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുത്തക ജില്ലയാണ്. വയനാട്ടിൽ LDF ആകട്ടെ 1 സീറ്റ് നേടുമ്പോൾ 2 സീറ്റുകൾ UDF വിജയിക്കും. അവിടെയും ഒരു മേൽക്കോയ്മ UDFന് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. NDAയെ സംബന്ധിച്ച് അവിടെ അവർക്ക് സീറ്റുകളൊന്നും തന്നെ ലഭിക്കില്ല. അടുത്തത് കോഴിക്കോട് ജില്ലയാണ്. കോഴിക്കോട് NDAക്ക് 1 സീറ്റ് പോലും നേടാൻ കഴിയില്ല എന്നാണ് അഭിപ്രായ സർവേ ഫലം പ്രവചിക്കുന്നത്. 6 സീറ്റുകളിൽ LDF, 7 സീറ്റുകളിൽ UDF എന്നിങ്ങനെയാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. അടുത്തത് മലപ്പുറം ജില്ലയാണ്. ഏറ്റവും കൂടുതൽ നിയമസഭാ സീറ്റുകളുള്ള മണ്ഡലമാണ് മലപ്പുറം. മലപ്പുറം ജില്ലയിൽ 16 നിയമസഭാ മണ്ഡലങ്ങളിൽ 3 LDF വിജയിക്കുമ്പോൾ 13 UDF വിജയിക്കും. എന്നാൽ മലപ്പുറം ആയതുകൊണ്ട് തന്നെ അവിടെ NDAക്ക് സീറ്റുകളൊന്നും ലഭിക്കുന്നില്ല. അടുത്തത് പാലക്കാട് ജില്ലയാണ്. BJPയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രങ്ങളിലൊന്നാണ് പാലക്കാട്. പാലക്കാടാകട്ടെ 12 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. അതിൽ 5 LDFും 7 UDFും വിജയിക്കും. അതേസമയം NDAക്ക് അവിടെ സീറ്റുകളൊന്നും ലഭിക്കില്ല എന്നാണ് സർവേ ഫലം പറയുന്നത്. തൃശൂരിലേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം സുരേഷ് ഗോപി MP ആയി വിജയിച്ച മണ്ഡലം. അതുപോലെ തന്നെ NDAയുടെ ചരിത്രത്തിലാദ്യമായി ഒരു MP കേരളത്തിൽ നിന്ന് ലഭിച്ചത് തൃശൂരിൽ നിന്നാണ്. തൃശൂരിൽ ആകെയുള്ളത് 13 നിയമസഭാ മണ്ഡലങ്ങൾ. അവിടെ 6 LDF വിജയിക്കുമ്പോൾ 7 UDFന് വിജയം. NDAക്ക് അവിടെ സീറ്റുകളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി എറണാകുളത്തേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ആകെ 14 നിയമസഭാ മണ്ഡലങ്ങളിൽ 9 UDFും 5 LDFും വിജയിക്കും. അവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് LDFും UDFും തമ്മിൽ നടക്കാൻ പോകുന്നത്. NDAക്ക് എറണാകുളത്തും സീറ്റുകളില്ല എന്നാണ് അഭിപ്രായ ഫലം പറയുന്നത്. ഇടുക്കിയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. LDFന് ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ ഇടുക്കിയിൽ 2 സീറ്റുകൾ മാത്രമാണ് LDFന് ലഭിക്കുന്നത്. 3 സീറ്റുകൾ UDFനും ലഭിക്കും. അവിടെയും സമാനമായ സാഹചര്യമാണ് NDAയെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. ഇനി അടുത്തത് കോട്ടയം ജില്ലയാണ്. കോട്ടയത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള 9 നിയമസഭാ മണ്ഡലങ്ങളിൽ ഇവിടെ 3 സീറ്റുകളിൽ LDFും 6 സീറ്റുകളിൽ UDFും എന്ന നിലയിലാണ് വിജയം. BJPക്ക് സീറ്റുകളില്ല. അടുത്തത് ആലപ്പുഴ ജില്ലയാണ്. ഇടതുപക്ഷത്തിന്റെ ഉരുക്ക് കോട്ടയാണ് ആലപ്പുഴ. പുന്നപ്രയുടെയും വയലാറിന്റെയും രാഷ്ട്രീയ ചരിത്രമുറങ്ങുന്ന ഇടതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉരുക്ക് കേന്ദ്രം. എന്നാൽ അവിടുത്തെ MP ആകട്ടെ കോൺഗ്രസിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മുതിർന്ന നേതാവായ KC വേണുഗോപാലാണ്. ആലപ്പുഴയിലെ ആകെ 9 സീറ്റിൽ UDF നേടാൻ പോകുന്നതാകട്ടെ 5 സീറ്റും LDF ആകട്ടെ 4 സീറ്റുമാണ്. NDAക്ക് സീറ്റുകളില്ല. അടുത്തത് പത്തനംതിട്ടയാണ്. ആകെയുള്ള 5 നിയമസഭാ മണ്ഡലങ്ങളിൽ 2 LDFും അതുപോലെ തന്നെ 3 UDFും വിജയിക്കും. NDAയെ സംബന്ധിച്ച് സീറ്റുകളില്ല എന്നതാണ് ഫലം പറയുന്നത്. ഇനി കൊല്ലം ജില്ലയാണ്. ആകെയുള്ള 11 നിയമസഭാ മണ്ഡലങ്ങളിൽ LDFനാകട്ടെ 6 സീറ്റുകളും അതുപോലെ തന്നെ UDFന് 5 സീറ്റുകളും NDAക്ക് കൊല്ലത്ത് സീറ്റുകളില്ല എന്നതാണ് സർവേ ഫലം പ്രവചിക്കുന്നത്. അവസാനമായി തിരുവനന്തപുരത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെയുള്ളത് ആകെ 14
നിയമസഭാ മണ്ഡലങ്ങളാണ്. അവിടെ UDF 6 LDF 8 വിജയിക്കും. NDAക്ക് തിരുവനന്തപുരത്തും സീറ്റുകൾ ലഭിക്കില്ല എന്നാണ് അഭിപ്രായ സർവേ ഫലം പറയുന്നത്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന സർവേ പ്രകാരം BJPയുടെ ശക്തി കേന്ദ്രങ്ങൾ എന്നറിയപ്പെടുന്ന പാലക്കാട്, തിരുവനന്തപുരം, തൃശൂർ, കാസർഗോഡ് ഇവിടെയൊന്നും NDAക്ക് സീറ്റുകൾ നേടാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതായത് 2026 NDA കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല എന്നാണ് അഭിപ്രായ സർവേ ഫലം പറയുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരുമ്പോൾ 140-ൽ 82 UDFും 58 LDFും വിജയിക്കുമെന്നാണ് സർവേ ഫലം. നിലവിലത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അതിന് തീർച്ചയായും ഒരു സാധ്യതയുമുണ്ട്. ഈയൊരു സർവേ ഫലമനുസരിച്ച് BJPയുടെ ശക്തി കേന്ദ്രമെന്ന് പറയപ്പെടുന്ന ജില്ലകളിൽ എവിടെയും ഒരു മേൽക്കൈയുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. മാത്രമല്ല, ചിലയിടങ്ങളിൽ LDFും UDFും തമ്മിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്നു എന്നുള്ളത് വാസ്തവമാണ്. എന്നിരുന്നാലും അന്തിമ തീരുമാനമെടുക്കേണ്ടത് കേരളത്തിലെ വോട്ടർമാർ തന്നെയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ആരെയാണ് കേരളം ഭരിക്കാനായി തിരഞ്ഞെടുക്കുന്നത് എന്ന് കാത്തിരുന്ന് കാണാം.